ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? എന്തുണ്ട് വിശേഷം? ഞങ്ങളിവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഞാൻ പതിവ് പോലെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ആദ്യത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ വീടിൻ്റെ ഫ്രണ്ടൊക്കെ കുറേ നേരം വീഡിയോസൊക്കെ എടുത്തിരിക്കുമ്പോഴാണ് നമ്മുടെ തൊട്ട വീട്ടിലത്തെ ആൻറ്റി വന്ന് എക്സസൈസൊക്കെ ചെയ്ത് തന്നിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ അവരോട് കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. അവർ പറയുന്ന മുഴുവനൊന്നും എനിക്ക് മനസ്സിലാവില്ല. അവർ രാജസ്ഥാനത്തെയാണ്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും, കുറേ പകുതി മനസ്സിലാവില്ല. അങ്ങനെയാണ്. അവർ ഹിന്ദിയും രാജസ്ഥാനത്തെ ആ ഒരു ഭാഷയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ കുറേ നേരം അവരോടൊക്കെ സംസാരിച്ചിട്ട് പിന്നെ പെട്ടെന്ന് അടുക്കളയിൽ വന്നു. ഇന്നലെ രാത്രി ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ പകുതി ഒന്ന് ക്ലീൻ ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം നുഴമ്പും പാറ്റയൊക്കെ വരാൻ തുടങ്ങി. ഇപ്പോൾ വെയിലും ചൂടൊക്കെ തുടങ്ങിയില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ശല്യമുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു സൈഡിൽ ചോറിന് വേണ്ടിയിട്ടുള്ള അരി ഇട്ടിട്ട് അത് ഞാൻ ഇൻഡക്ഷനിലാട്ടോ വെച്ചത്. അതിന് വേണ്ടിയിട്ട് അരി ഇട്ടിട്ട് പിന്നെ ഞാൻ അതിന് കുളിക്കാൻ വെള്ളം വെക്കാൻ പോയേ. എന്നിട്ട് വന്നിട്ടാട്ടോ ഗ്യാസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ക്ലീനിങ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ദിവസേന ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വൃത്തിയൊക്കെ തോന്നും. പക്ഷേ ഇതൊക്കെ ഒന്ന് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ഈ ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. വീണ്ടും പഴയ പോലെ ആകും. അപ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ദിവസേന ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പം ചില ദിവസമൊക്കെ മടി തോന്നുമ്പോൾ ഞാൻ അങ്ങനെ ഇടുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ നിൽക്കാറില്ല. അപ്പോൾ ഇന്നിതാ ക്ലീൻ ചെയ്യാനുള്ള മൂടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് പെട്ടെന്ന് ഞാൻ നമുക്കുള്ള ചായ വയ്ക്കുക കേട്ടോ. പാല് ചൂടൊക്കെ തുടങ്ങിയതിൽ വേണ്ടി ഞാൻ പാല് മണത്ത് നോക്കുകയാണ് കേട് വന്നിട്ടുണ്ടോയെന്ന്. ഇടയ്ക്ക് ഇങ്ങനെ പണി കിട്ടാറുണ്ട്. പാല് നമ്മൾ ചായ വെച്ചിട്ടായിരിക്കും അയ്യോ പാല് കേടുവന്നു എന്ന് മനസ്സിലാവുക. അപ്പോൾ ചൂടൊക്കെ തുടങ്ങിയത് കാരണം തേങ്ങയൊക്കെ മേടിക്കുന്നതും എല്ലാം കേടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ദിവസം 2-3 തേങ്ങയോളം പൊതിച്ച് നോക്കിയാൽ ഇത് ഒരു തേങ്ങയൊക്കെ ആയിരിക്കും നമുക്ക് നല്ലതായിട്ട് കിട്ടുക. പിന്നെ ഞാൻ കുറച്ച് പാൽപ്പാടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കുറച്ച് നെയ്യ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ദിവസേന ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചായയൊക്കെ തിളച്ചപ്പം അതൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്, ഗ്ലാസ്സിക്ക് പകർത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും രാവിലേക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഭക്ഷണമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇന്നലെ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നേ, അത് നമ്മൾ കേരള സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉരുളക്കിഴങ്ങ് കൊണ്ട് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിലായിരുന്നു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഇന്നലെ തന്നെ ഉണ്ടാക്കിയതായിരുന്നുകൊണ്ട് കേടൊന്നും വരില്ല. ചൂടാണെങ്കിലും ഞാൻ ഇന്നലെ രാത്രിയിലേ ഉണ്ടാക്കിയത്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ അത് രാവിലെയും കൂടെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അരച്ച് വെച്ചത്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ ഞാൻ പതുക്കെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ഇനി ഉച്ചയ്ക്കുള്ള ഭക്ഷണം എന്നൊക്കെ പറയുമ്പോൾ അതൊരു സൈഡിൽ കൂടെ പതുക്കെ ആവുള്ളൂ എന്ന്. കാരണം ഒരു ദിവസം അങ്ങോട്ട് സ്ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ കുക്കിംഗ് മൊത്തം സ്ലോ ആയിരിക്കും. അപ്പോൾ ഞാനിന്ന് എല്ലാം കുറച്ച് പതുക്കെയാണ് ചെയ്യുന്നത്. കാരണം ഭക്ഷണം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ റിസ്ക് എടുത്ത് ഇന്ന് ഞാൻ അധികം കാര്യങ്ങൾ എന്ന് വെച്ചാൽ സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ കറിയൊക്കെ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് വേറൊരു പാത്രത്തേക്ക് പകർത്തി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മാവൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മാവ് കുറച്ച് ഒരു 10 മിനിറ്റ് മുന്നെങ്കിലും പുറത്ത് വെച്ചാലേ ഉണ്ടാക്കുമ്പോൾ നേരായി കിട്ടില്ലേ. പിന്നെ അതൊക്കെ ഒന്ന് ഇളക്കി ആ ഒരു ഇതൊക്കെ നോക്കുവാണേ. എന്ന് വെച്ചാൽ മാവ് എന്ന് വെച്ചാൽ കറക്റ്റ് അല്ലേ, ലൂസായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നതെന്നൊക്കെ നോക്കുവാണ്. കുഴപ്പമില്ല. ഇപ്പോഴും എന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മളിങ്ങനെ അരച്ചെടുത്ത് വയ്ക്കുമ്പോഴില്ലേ അത് ഒരുമാതിരി അടിയിൽ വന്നിങ്ങനെ ആ ഒരു മാവ് മാത്രം അടിയിൽ നിൽക്കുവേ. പക്ഷേ ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കറിയൊക്കെ വേറൊരു പാത്രത്തേക്ക് പകർത്തി വയ്ക്കുകയൊക്കെ ചെയ്തു. പിന്നെ രാവിലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അപ്പോൾ ഇന്ന് രാവിലെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു, ക്യാരറ്റും ബീൻസൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് അപ്പം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഉച്ചയ്ക്കുള്ള കറി മാത്രം എന്തെങ്കിലും നോക്കിയാൽ മതി. ഉപ്പേരിക്കുള്ളത് മുറിച്ച് വെച്ചു. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കിയാൽ മാത്രം മതി. പിന്നെ പ്രത്യേകിച്ച് ഞാൻ അധികമൊന്നും വീഡിയോസായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. ഇത്രയൊക്കെ തന്നെ എടുത്തുള്ളൂ. ഇന്ന് ചെറുതായിട്ട് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് മൊത്തം ഒരു മൂഡിയൊക്കെയാണ്, സ്ലോ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അധികം വീഡിയോസൊന്നും എടുത്തില്ല. നാളെ എന്തായാലും നല്ലൊരു ഉഷാറായിട്ടുള്ളൊരു വീഡിയോ തന്നെ ഇടാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ്.